5 തരത്തിലാണ് നമ്മൾ ഇൻഫർമേഷൻ അകത്തേക്ക് കയറുന്നതോ കയറ്റുന്നതോ. ഒന്ന് കണ്ണുകൊണ്ട്, ചെവി കൊണ്ട്, മൂക്കുകൊണ്ട്, നാക്കുകൊണ്ട്, സ്കിൻ കൊണ്ട്. നാക്കുകൊണ്ടെന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്നതല്ല, ടേസ്റ്റ്. ഇതിനാണ് നമ്മൾ 5-ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ 3-ാം ക്ലാസ്സിൽ പഠിച്ച സംഗതിയാണ് പഞ്ചേന്ദ്രിയങ്ങൾ. ഇത് NLPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ് പഞ്ചേന്ദ്രിയങ്ങൾ. അതിലടങ്ങിയിരിക്കുകയാണ് ഹോൾ NLP. പഞ്ചേന്ദ്രിയം എന്ന് പറയുന്ന എല്ലാം മനസ്സിന്റെ ഭാഗമാണ്. ഈ മനസ്സിന്റെ തുടക്കം സെൻസറി ഓർഗൻസ് ആണ്. സെൻസറി ഓർഗൻസ് നിന്ന് കിട്ടുന്ന സിഗ്നൽസ് ആണ് ബ്രെയിനിലേക്ക് ന്യൂറോളജി എന്ന് പറഞ്ഞാൽ ന്യൂറൽ പാത്ത് വേസ് അതിൽ കൂടെ കയറി ചെന്നിട്ട് തലച്ചോറ് രജിസ്റ്റർ ചെയ്തിട്ട് വേണ്ട സ്ഥലത്തോടൊക്കെ കൊടുക്കുക. വേണ്ട സ്ഥലത്തോട്ട് കൊടുത്തു കഴിയുമ്പം നമുക്ക് ബിഹേവിയർ ഉണ്ടാകും. പാമ്പിനെ കണ്ടു കഴിയുമ്പം കണ്ടതേ ഉള്ളൂ, പക്ഷെ എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നു. കണ്ണ്, മൂക്ക്, ചെവി, ശബ്ദമൊക്കെ കേട്ടിട്ട് നേരെ ബ്രെയിനിലേക്ക് ചെല്ലും. ആ ബ്രെയിനെ ചെന്ന് ചില മാറ്റങ്ങളൊക്കെ മൊത്തം ശരീരത്തിൽ വന്നു കഴിയുമ്പം നമ്മുടെ ഒരു ബിഹേവിയർ ചേഞ്ച് വരും. എന്താ ബിഹേവിയർ ചേഞ്ച്? ചിലപ്പോൾ തലകറങ്ങി വീഴും, ചിലപ്പോൾ ഓടും, ചിലപ്പോൾ അയ്യോ എന്ന് പറഞ്ഞു ചാടും, ചിലപ്പോൾ ഒരു കല്ലെടുത്ത് എറിയും, ചിലപ്പോൾ ഒരു വടി വെച്ചടിക്കും. ഇതെല്ലാം ബിഹേവിയറാണ്. അപ്പം 5 സെൻസറി ഓർഗനിൽ കിട്ടുന്ന ഇൻഫർമേഷൻ that will lead to have a behavior, external behavior. ഈ ബിഹേവിയർ മാത്രമേ വേറെ ആൾക്ക് കാണാൻ പറ്റുള്ളൂ, ബാക്കി ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും നമ്മൾ അറിയത്തില്ല. അവൻ പേടിച്ചു, പാമ്പിനെ കണ്ട് പേടിച്ചു എന്ന് നമ്മളെങ്ങനെ അറിയുന്നത്? നമ്മൾ അറിയുന്നത് അവൻ്റെ ചാട്ടം കണ്ടിട്ടാണ്, അല്ലെ അവൻ്റെ ഓട്ടം കണ്ടിട്ട്. ചില ആൾക്കാരൊക്കെ ഒരു ഫീലിംഗ് ആണ്, അവൻ വെറുതെ കൈ കെട്ടി നോക്കിക്കൊണ്ടിരിക്കും. അപ്പം അതിൻ്റെ അർത്ഥം the snake didn't make any changes in his mind. അവൻ്റെ മെന്റൽ സ്റ്റേറ്റിൽ ഒരു വ്യത്യാസവും ഇല്ല എന്നുള്ളതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ നമ്മൾ പറയും ഒരു മെന്റൽ സ്റ്റേറ്റ് ഫിയർ എന്ന് പറഞ്ഞതുണ്ടാക്കി. ഇതാണ് മെന്റൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. സോ എനി സെൻസ് വിൽ മേക്ക് എ മെന്റൽ സ്റ്റേറ്റ് ഫോർ യു. ഇപ്പോൾ നാക്ക് ടേസ്റ്റ് ആയിട്ട് ഊ എന്ന് പറഞ്ഞുകൊണ്ട് എന്തൊരു ടേസ്റ്റാ, മെന്റൽ സ്റ്റേറ്റ് മാറി. ഇനി എരിവാണെങ്കിലോ മെന്റൽ സ്റ്റേറ്റ് പിന്നെ മാറി. ഇതാണ് സെൻസുകളെ കിട്ടുന്ന ഇൻഫർമേഷൻ നമ്മുടെ മെന്റൽ സ്റ്റേറ്റിനെ മാറ്റിയെടുക്കും. അതാണ് NLPയുടെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അതിങ്ങനെ അങ്ങ് പോകും. ഓക്കെ, ഇപ്പം നമ്മൾ പറഞ്ഞ കാര്യം ഇതാണ്, യു ക്യാൻ ഡിസൈഡ് യുവർ ഫ്യൂച്ചർ. ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എന്തോന്നായിത്തീരണം, അല്ലേ? കാര്യം സന്തോഷം എന്ന് പറഞ്ഞു. എന്തിനാ ആയിത്തീരുന്നത്? സന്തോഷത്തിന് വേണ്ടി. ഒരു സ്കൂൾ ടീച്ചറാകണം. എന്തിനാ ആയിട്ടിരുന്നത്? കാശ് കിട്ടണം. കാശ് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഒരു വീടൊക്കെ മേടിക്കണം, ഒരു കാറൊക്കെ മേടിക്കണം, എന്നിട്ട് ചിന്തിച്ച് സന്തോഷിച്ചങ്ങ് നടക്കണം. എല്ലാവരുടെയും ലക്ഷ്യം അതാണ്. സന്തോഷം ഫൈനൽ ഉണ്ടാകും. അപ്പം നമ്മൾ സന്തോഷം എന്ന് പറഞ്ഞാൽ ഇൻ ബിറ്റ്വീൻ കാര്യങ്ങൾ നമ്മൾ അറിയണ്ടേ. അപ്പം എനിക്ക് പഠിക്കണം, സ്കൂളിൽ ജോലി കിട്ടണം, ഒരു വീട് പണിയണം, കല്യാണം കഴിക്കണം, മക്കളെയൊക്കെ ജനിപ്പിക്കണം. എന്തിനാ മക്കളെ ജനിപ്പിക്കുന്നത്? മക്കളെ ജീവിച്ചു കഴിയുമ്പോൾ കിട്ടുന്ന സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്. കിട്ടുന്നുണ്ടോ ഇല്ല എന്നുള്ളത് വേറെ ഡിഫറെൻറ്റ് തിങ്. യു ക്യാൻ ബിക്കം വാട്ട് യു വാണ്ടഡ്, ഇല്ലേ? എങ്ങനെയാ നമുക്ക് വേണ്ടവിടത്ത് എത്തുന്നത്? എങ്ങനെയാ? ഡിസയർ പറഞ്ഞ ചിന്തിച്ചാൽ മാത്രം മതി. അതിനെ നമ്മൾ പറയുന്നത് യു ആർ യുവർ തോട്ട്സ് എന്ന് പറയുന്നു, അല്ലേ? സൈക്കോളജി പറയുന്നില്ലേ, യു ആർ യുവർ തോട്ട്സ്. ചിന്തകൾ എന്താണോ ആ ചിന്തക്കനുസരിച്ച് യു വിൽ ബിക്കം ദാറ്റ്. അപ്പൊ എന്തായി തീരണോ? നിങ്ങളത് ചിന്തിച്ചാൽ മാത്രം മതി. NLP ഡീൽസ് വിത്ത് only thoughts, nothing else. ചിന്തകളെ മാത്രമേ NLP ഡീൽ ചെയ്യുന്നുള്ളൂ. ചിന്തകളെ വെച്ചിട്ടുള്ള ഒരു കളിയാണ്. ചിന്തകൾ എന്ന് പറയുമ്പോൾ നമ്മൾ പൊതുവെ പറയുന്ന ചിന്ത മീൻസ് മനസ്സിൻ്റെ അകത്ത് ഉണ്ടാകുന്ന ഒരു സാധനമാണ് ചിന്ത എന്ന് നമ്മൾ പറയുന്നത്. മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എൻ്റെ ഭാവി ഞാൻ തീരുമാനിക്കാന്ന് പറഞ്ഞാൽ
ഞാനങ്ങ് മനസ്സിൽ പറയും ഐ ആം ഗോയിങ് ടു ബിക്കം സോ ആൻഡ് സോ തിങ്സ്. ഞാൻ പഠിക്കുന്നു, പഠിച്ചു കഴിഞ്ഞിട്ട് BA പാസ്സാകുന്നു, BA പാസ്സായി കഴിഞ്ഞിട്ട് PSC ടെസ്റ്റ് എഴുതുന്നു. ഇതെല്ലാം മനസ്സിലങ്ങ് പറയായിരുന്നു. പറഞ്ഞാൽ പോരാ, സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കണം. റിസൾട്ട് ഓറിയന്റഡ് തോട്ട്സ് നമ്മുടെ ചിന്തകളെ അങ്ങോട്ട് ക്രിയേറ്റ് ചെയ്യും in such a way that this will give you the desired result. അതാണ് NLPയുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. NLPക്കാരന് എന്ത് വേണോ അതിനെ ബേസ് ചെയ്തൊരു ചിന്ത ഉണ്ടാക്കും. ആ ചിന്തയിൽ അവൻ ഉറച്ചു നിൽക്കും. ഉറച്ചു നിന്ന് കഴിഞ്ഞാൽ യു വിൽ ബിക്കം ദാറ്റ്. ഇതാണ് യു ആർ യുവർ തോട്ട്സ് എന്ന് പറയുന്നത്.